അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നൊരു മധുരം കഴിക്കാൻ കൊതി തോന്നിയിട്ട് പെട്ടെന്ന് എന്തുണ്ടാക്കുന്ന ആലോചിച്ചപ്പോഴാണ് ഞാൻ നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു റവ തരിപ്പായസം എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ഇതിൻ്റെ കറക്റ്റ് പേരെന്ന് എനിക്കറിയില്ല, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവുള്ളൂ. ചെറിയ ഉള്ളി ഒരു 2 കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും, കുറച്ച് പാല്, ഒരു ഗ്ലാസ് വെള്ളം, 2 ടീസ്പൂൺ റവ, അത്ര മതി. ഞാൻ ആദ്യം ഒരു ചീൻചട്ടി വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റായതിന് ശേഷം ഫ്ലെയിം വളരെ കുറവിൽ വേണം ഇടാൻ. എന്നിട്ട് ചെറിയ ഉള്ളി 2 കട്ട് ചെയ്ത് വെച്ചത് അതിലോട്ടിട്ട് നന്നായി ബ്രൗൺ ആവുന്ന വരെ അത് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ച ആ അണ്ടിപ്പരിപ്പും കൂടി അതിലോട്ടിട്ടിട്ട് നന്നായിട്ട് ഈ ഒരു പരുവം, ഈ ഒരു ബ്രൗണിഷ് ക്രിസ്പിനെസ് ആവുന്നതിനെക്കാട്ടിയും തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേജില്ലേ, ഇതുവരെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലോട്ട് പാല് ചേർക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് പാലും 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. തിളപ്പിച്ച് വെച്ച പാലാണ് കേട്ടോ. അപ്പോൾ ഈ പാല് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം നല്ലോണം ഫുള്ളിലിടുക. എന്നിട്ട് നന്നായി തിളച്ചതിന് ശേഷം വീണ്ടും ഫ്ലെയിം കുറച്ചതിന് ശേഷം 2 സ്പൂണ് റവയാണ് ഞാനിവിടെ ഇടുന്നത്. റവ നന്നായിട്ട് വറുത്ത് വെച്ച റവയാണ്, അത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഭയങ്കര കുറവിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്, ഭയങ്കര ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം ഇതൊന്ന് കുറുകി വരും. ആ ഒരു സമയത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, ഒന്ന് ബാലൻസ് ആവാൻ. അതിന് ശേഷം ലാസ്റ്റ് ഇങ്ങനെ നമുക്ക് കുടിക്കാം. താങ്ക് യു.